നമ്മൾ ചിക്കനൊക്കെ എപ്പോഴും ഫ്രൈ ചെയ്ത് കഴിക്കുന്നവരാണല്ലോ അല്ലേ? അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ. വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു റിന്യൂസ് വ്ലോഗ്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിത് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 വലിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുത്ത് വരാം. ഇപ്പം ദേ ഞാനതെല്ലാം ഒരു കല്ലിലിട്ടിട്ടാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്, മിക്സിയുടെ ജാറിലല്ല. ഇതേ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 1.5 ടീസ്പൂണോളം ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാല ഞാൻ 1 ടീസ്പൂണോളം തന്നെ ഗരം മസാല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ 1.5 ടീസ്പൂണ് കോൺഫ്ലോർ ആണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി വെച്ച് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതേ നമ്മളിതിലേക്ക് എടുത്ത് വെച്ച് ക്ലീനായിട്ട് എടുത്ത് വെച്ച് ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ മസാല എല്ലായിടത്തേക്ക് എത്തുന്ന രൂപത്തിൽ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെപ്പോഴും ആ മസാല ചതച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കരുത്, ഇതുപോലെ ചതച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതേ ഞാനതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കളറാണ് കേട്ടോ ആഡാക്കി കൊടുക്കുന്നത്. ഫുഡ് കളർ, റെഡ് കളറാണ് ആഡാക്കി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നമ്മൾ കളറൊന്ന് ആഡാക്കിയിട്ട് പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ ചിക്കനൊക്കെ കാണാൻ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ല നിങ്ങൾക്കിത് ആവശ്യമില്ലാന്നെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ അതും ഞാൻ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ എല്ലായിടത്തൊക്കെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതേ ഏകദേശം 10 മിനിറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് എണ്ണ നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതേ എണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. നമുക്ക് ആ വേപ്പിലയുടെ ആ ഒരു ചതച്ച മണവും വെളുത്തുള്ളിയും എല്ലാം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഞ്ചിയോ അങ്ങനെ ഒന്നും നമുക്കിതിലേക്ക് ആവശ്യം വരുന്നില്ല, മുളക് പൊടിയൊന്നും നമ്മളിതിലേക്ക് ആഡാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ എല്ലാം ഇട്ട് കൊടുത്ത് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്ക് പുറത്തേക്ക് നല്ല പോലെ ഇത് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ ഇത് കഴിക്കാൻ കിട്ടുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ വേപ്പില പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ അതുപോലെ കീറിയിട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നല്ലൊരു ആ ഒരു പച്ചമുളകിൻ്റെ മണവും എല്ലാം കിട്ടുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാനത് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ വേപ്പില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഇത് നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്രൈ തന്നെയാണ് കേട്ടോ. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനത് കോരി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഏകദേശം 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. ഞാൻ പിന്നെയും വീഡിയോ ഒന്ന് ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഫുള്ളും കാണിക്കാണ്ടിരുന്നത്. അതെ ഇതും നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതും കോരിയെടുക്കാം.
അപ്പോൾ അതേ ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണല്ലോ അല്ലേ. കണ്ടില്ല, നല്ല ജ്യൂസി ആയിട്ട് തന്നെ കണ്ടോ, ഉള്ളിൽ നല്ല ക്രിസ്പി, പുറത്തൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യുകയും ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.